അപ്പോൾ കർത്താവ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഭാഗത്തുള്ള മനുഷ്യനോടുള്ള ബന്ധത്തിലുള്ള ന്യായപ്രമാണത്തിലെ ബാക്കി 5 കൽപ്പനകളുണ്ടല്ലോ, കൊലപാതകം ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, മറ്റുള്ളവരെ കുറിച്ച് കോടതിയിൽ കള്ളസാക്ഷ്യം പറയരുത്, പിന്നെ മറ്റുള്ളവരുടെ വസ്തുവകകളോ അവരുടെ ഭാര്യയോ മോഹിക്കാൻ പാടില്ല, മോഹിക്കരുത്, ഈ പറയുന്ന കൽപ്പനകളെയൊക്കെ കർത്താവ് അങ്ങോട്ട് വലിച്ചു നീട്ടാണ്. ഈ പരീശന്മാരും ശാസ്ത്രിമാർ മറ്റേ 5 കൽപ്പനകളെ കൊണ്ട് ചെയ്തത് കർത്താവ് ഈ 5 കൽപ്പനകളെ കൊണ്ട് ചെയ്യണം. അതാണ് ഈ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് ചെയ്യുന്നത്. അതുകൊണ്ട് കർത്താവ് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഹൈപ്പർബോളി. അത് ഞാൻ അങ്ങനെ പറയാൻ വേറെ കാരണങ്ങളുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് വലിച്ചു നീട്ടിയിട്ട് കർത്താവ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്തിനാണ്? കർത്താവ് അവരോട് പറയുന്നത്, നിങ്ങൾക്കിത് അനുസരിക്കാൻ ബുദ്ധിമുട്ടല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പാവപ്പെട്ട ആൾക്കാർക്ക് എത്ര ബുദ്ധിമുട്ടായി.